ഹലോ, ഇന്ന് നമ്മൾ ബുള്ളറ്റ് ജേർണലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏപ്രിൽ 1 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കോൾഡ് കോഫിയും കുറച്ച് മുന്തിരിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇതിൻ്റെ മുന്നേ ജനുവരിയിൽ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പിന്നീട് ഫെബ്രുവരി മാർച്ചും കൂടി ഉള്ളത് റമദാൻ റിലേറ്റഡ് ആയിട്ട് ചെയ്ത ജേർണലിംഗ് ആയിരുന്നു. പിന്നെ ഓൾറെഡി നമുക്ക് 2026 ഫസ്റ്റ് ക്വാർട്ടർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു റിവ്യൂ ഒക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇനിയുള്ള 3 മാസം എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പം ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും നമ്മൾ പെൻസിലിനോണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും മിസ്റ്റേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ഓൾറെഡി ഒരു ബ്ലാക്ക് പെന്നുകൊണ്ട് മാത്രം സെറ്റ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ച്. അപ്പം അങ്ങനെ അതിനൊരു പൂവും അതേപോലെ ഒരു ഏപ്രിലിനും എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയ റോസാപ്പൂവും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേജ് അങ്ങനെയാണ്. അത്രയും സിമ്പിളായിട്ടാണ് ഈ ഒരു ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു നെക്സ്റ്റ് പേജിൽ ചെയ്യുന്നത് ഒരു കലണ്ടറും അതേപോലെ ഗോൾസും അതേപോലെ റിമൈൻഡറുമാണ്. ഈ മൂന്നുമാണ് ഈ ഒരു പേജിൽ കൊള്ളിക്കുന്നത്. അപ്പോൾ ആദ്യം ഗോൾസ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും ഒരു ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു കലണ്ടർ വരച്ചെടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യമേ പെൻസിലിനോണ്ട് ഔട്ട്ലൈൻ ഫുള്ള് വരയ്ക്കുക. അതുപോലെ തന്നെ ഡേറ്റ്സും മാർക്ക് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ ഡേറ്റ്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പിന്നെ നമ്മളതൊരു പ്രോപ്പറായിട്ട് ഈ കൊല്ലത്തെ തന്നെ എടുത്ത് നോക്കിയിട്ട് കലണ്ടർ എടുത്ത് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഈ ഒരു കലണ്ടറിൽ നമ്മൾ ഈ മാസത്തിൽ മൊത്തത്തിൽ നമുക്ക് വരാൻ പോകുന്ന ഇവൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിടുകയാണ്, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഗോൾസിൻ്റെ ഓരോന്ന് ഞാൻ പെൻസിലിനോട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിമെമ്പറിൻ്റെ അടിയിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ. ഇനി ആ ഒരു കലണ്ടറിൽ വേണ്ട പോർഷൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കോഫി കുടിക്കുകയും മുന്തിരി കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ്, ഇതിപ്പോൾ ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഒരു സെലാഡ് ട്രാക്കറും അതുപോലെ എനിക്ക് കുറച്ച് നോമ്പും കാര്യങ്ങളൊക്കെ വിട്ടാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് ദുആയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 3 കോളം വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു പേജ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ട രീതിക്ക് ഓരോരുത്തർക്ക് പേഴ്സണലൈസ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ 3 ഭാഗമാക്കിയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പേജ് പറയുന്നത് പ്രെയർ ട്രാക്കറാണ്. അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പ്രെയർ ട്രാക്കർ എന്ന്. എന്നിട്ട് ഇത് ഞാൻ 4 വീക്ക് ആണല്ലോ നമുക്കുള്ളത്. അങ്ങനെ 4 ബോക്സ് ആക്കിയിട്ടും പിന്നെ ലാസ്റ്റുള്ള 2 ഡേയ്സ് ബോക്സ് ആക്കിയിട്ടുമാണ് ചെയ്യുന്നത്. ഓരോ വീക്കിലേക്കാണ് പ്രേയേഴ്സ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ 6 കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യാനുള്ളത്.
അതുപോലെ അങ്ങനെ 6 സ്പേസ് ഇട്ടിട്ടുമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് തഹജ്ജുദ്, സുബഹി, ളുഹർ, അസ്ർ, മഗ്‌രിബ്, ഇശാ ഇതൊക്കെയാണ് എനിക്ക് ട്രാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അതിനനുസരിച്ച് മുകളിൽ ഏതൊക്കെയാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്നും അതുപോലെ താഴോട്ടും ഡേറ്റ്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു 2 പോർഷൻ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ 1-ാം തീയതി തഹജ്ജുദ് നിസ്കാരമാണെങ്കിൽ അതിനനുസരിച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂബ്സ് ആക്കി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഏതൊക്കെ കളറാണ് ഏതൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, പീരീഡ്സ് ആണെങ്കിൽ, ഇനി ഇല്ലെങ്കിൽ കളറായിട്ട് അങ്ങനെ 4 ഹൈലൈറ്റിംഗ് കളേഴ്സ് യൂസ് ചെയ്ത് ഞാൻ ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഈ ഒരു കളേഴ്സാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു പേജ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പേജ്, ഈ ഒരു പേജിൽ ഞാൻ സ്റ്റഡി ട്രാക്കറാണ് ചെയ്യുന്നത്. അതും വീക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത്. അത് ഞാൻ എത്ര അവേഴ്സാണ് ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക്, അതേപോലെ ലാസ്റ്റുള്ള 2 ഡേ അങ്ങനെ പറഞ്ഞിട്ട് കോളംസ് വരയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഓരോന്നിലും 7 ഇത് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, 7 കോളംസ്. ആക്ച്വലി ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തു, എൻ്റെ സ്കെച്ചിൽ മഷിയില്ലാന്ന്. പക്ഷെ തുടക്കത്തിലൊക്കെ നല്ല മഷി വന്നീനു. ഇപ്പം എന്താണെങ്കിലും ഇതിന് മഷിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഈ ഒരു വീഡിയോ എടുക്കുന്നേരം കുറേ കാര്യങ്ങൾ എതിരായിട്ട് വന്ന് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടുകയാണ് ആക്ച്വലി. പക്ഷേ എനിക്ക് മേലേക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നില്ല, എന്തെങ്കിലും നോയിസ് ഉണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പ്രോപ്പറായിട്ട് കഴിയുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അതൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇനി മുതൽ എന്നും ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം എന്നൊക്കെയാണ് ആഗ്രഹം. ആഗ്രഹത്തിന് കുറവൊന്നുമില്ല, ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു പേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പേജിൽ റീഡിങ് ട്രാക്കറും വാട്ടർ ട്രാക്കറും ആണ് എഴുതുന്നത്. ഇപ്പോൾ ഈ ഒരു മന്ത് മുതൽ വായിച്ചൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി റീഡിങ് ട്രാക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജേണൽ സിമ്പിളായിട്ടുണ്ടാവണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ക്യൂബ്സ് ആയിട്ടാണ് കോളംസ് ആയിട്ടാണ് അധികവും വരച്ചിട്ടുള്ളത്. ഇതിപ്പോൾ റീഡിങ് ട്രാക്കറിൽ ഞാൻ ഓരോ ഡേ എഴുതി കൊടുത്ത് ഡേറ്റും അതേപോലെ ഇപ്പുറത്ത് ഒന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് താഴെ വായിച്ചിട്ടില്ലെങ്കിൽ അതേപോലെ 2 പേജാണ് വായിച്ചെങ്കിൽ 5 പേജ്, പിന്നെ മോർ ദാൻ 5 പേജ്, അങ്ങനെ 4 കളേഴ്സ് കൊടുക്കാനുള്ള രീതിയിൽ, ഹൈലൈറ്റ് ചെയ്യാനുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യുന്നത് വാട്ടർ ട്രാക്കറാണ്. അതിനുവേണ്ടി 30 ക്യൂബ്സ് പലയിടത്തായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ലിറ്ററിൽ കുറവാണെങ്കിൽ 2 ലിറ്റർ ആണെങ്കിൽ, 3 ലിറ്റർ ആണെങ്കിൽ, 4 ലിറ്റർ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഓരോ ദിവസം ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു കളറ് ഓരോ ക്യൂബിനും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജ് ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് പേജ്, ഈ ഒരു പേജ് എൻ്റെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പേജാണ്. അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു പേജ് എന്ന് പറയുന്നത് ടൈം ബ്ലോക്കിംഗ് ആണ്. ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മാസം ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഡേറ്റ് ആ മാസം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം എനിക്ക് 3-ാം തീയതി ഒരു ബർത്ത്ഡേ പാർട്ടി വരുന്നുണ്ട്, അതുപോലെ 4-ാം തീയതി ഒരു കല്യാണം വരുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട സമയം എന്നൊക്കെയാണ്. അങ്ങനെ ഓരോന്നും ഞാൻ ഇതിൽ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ക്ലീനിങ് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു പേജിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ഫ്ലിപ്പ് ത്രൂ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പേജ് ഏപ്രിൽ മാസത്തിലെ ഗോളും അതേപോലെ തന്നെ കാലണ്ടറും റിമൈൻഡറും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു പേജാണ്. ഇനി നെക്സ്റ്റ് പേജ്, ഈ പേജിൽ സലാഡ് ട്രാക്കറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പ്രയർ ട്രാക്കർ തന്നെയാണ്. അതുപോലെ താഴത്ത് പ്രോപ്പർ പ്രയർ ട്രാക്കർ മാത്രമാണ്, മറ്റേ മുകളിലുള്ളത് ദിക്കറ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഓരോന്നോരോ കള്ളിയിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ വീക്കായിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കളേഴ്സും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജ്,
ഈ ഒരു പേജിൽ സ്റ്റഡി ട്രാക്കറാണ്. അത് ഓരോ വീക്കിലാണ്, 4 വീക്കും പിന്നെ റിമൈൻഡ് ആയിട്ടുള്ള 2 ഡേയും അങ്ങനെ ആണ് ആ ഒരു സ്റ്റഡി ട്രാക്കർ എഴുതുന്നത്. എന്നിട്ട് അതിൽ എത്ര മണിക്കൂർ പഠിച്ചെന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. ഇത് റീഡിങ് ട്രാക്കറാണ്. ജസ്റ്റ് 30 ഡേയ്സും അതുപോലെ അത് വായിച്ചോ ഇല്ലയോ എന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോളംസും വരച്ചിട്ടുണ്ട്. പിന്നെ ഇത് വാട്ടർ ട്രാക്കറാണ്, അതിനും കോളംസാണ് യൂസ് ചെയ്തത്. ഇത് എൻ്റെ ഖുർആൻ ട്രാക്കറും വീഡിയോ എഡിറ്റിംഗ്, ഷൂട്ടിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ട്രാക്കേഴ്സാണ്. നെക്സ്റ്റ് പേജിൽ ടൈം ബ്ലോക്കിംഗ് ആണ് ചെയ്ത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ടൈമിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.